വയനാട്ടിൽ നിന്നും ഒരു വിവരം വരുന്നുണ്ട്. വയനാട് ബത്തേരിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടാനയെ തുരത്താൻ പോയ യുവാവാണ് മരിച്ചത്. കാട്ടാന ആക്രമണം എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. എല്ലാ ദിവസവും എന്ന് വെച്ചാല് മിക്കവാറും ദിവസവും പറമ്പിലൊക്കെ വന്ന് കവുങ്ങൊക്കെ ഓടിക്കുന്നുണ്ട്. ഞാൻ വയലിലേക്കും വരുന്നുണ്ട്. ആനശല്യമുണ്ട്. ഇതിപ്പോ ഇങ്ങനെ ഈ ഓടിക്കാൻ പോകുന്ന ഒരു അപകടം ഇതിപ്പോ ആദ്യമായിട്ടൊന്ന് പറയാം. ഇങ്ങനെ ഒരാള് പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറമ്പ് കൂടെ എല്ലാം വരുന്നുണ്ട്. എവിടേക്കും പോകാനും പറ്റില്ല. പകലാണെങ്കിലും അതെ. മിനിഞ്ഞാന്ന് ഞങ്ങൾ ബത്തേരിന്ന് വരുമ്പോ അമ്മയും ഒരു കുട്ടിയും വേറൊരു കാര്യം ഞങ്ങളെ നേരെ ഓടി വന്നതാ. അപ്പൊ കാറിലുണ്ട് വേഗം രക്ഷപ്പെട്ടു. 5:45 പാലളക്കുന്നത്. അതുകൊണ്ട് ഞങ്ങക്ക് പേടിയാ. രാവിലെ പാലും കൊണ്ട് പോകാനൊക്കെ പേടിയാണ്. ഞങ്ങൾ ഇന്നലെ മാരിമൂൽ ക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഫോറസ്റ്റ് വണ്ടി നമ്മൾ ഈ മരണം സംഭവിച്ചതിൻ്റെ തൊട്ട് തന്നെ കണ്ടിരുന്നു ഞാൻ. പക്ഷെ നമ്മൾ പിന്നെയാണ് അറിയുന്നത് ആൾ മരിച്ചുപോയി എന്നുള്ളത്. ആന ആക്രമിച്ച് മരിച്ചത് തന്നെയാണത്. സംശയമൊന്നുമില്ല, ഒരു സംശയമില്ല. ഞങ്ങൾക്ക് അനുഭവമാണ്. ഇവിടെ നിരന്തരം പ്രശ്നമുള്ള സ്ഥലമാണ്. ഞങ്ങൾ കൃഷി ചെയ്താലൊന്നും കൃഷിയൊന്നും കിട്ടില്ല ഞങ്ങൾക്ക്. സ്ഥിരം ആന ഇറങ്ങിയ ഓടിക്കലും ഇതൊക്കെ തന്നെ. അതെ ഞാൻ ഓടിച്ചിട്ട് എന്നെ ഒരു ദിവസം ആന കൊല്ലാത്തത് ഭാഗ്യമാണ്. അതിനുശേഷം പിന്നെ ഞാൻ കൃഷി സ്ഥലത്തേക്ക് ആന വന്ന പോകല്ല. ഭയാണിപ്പോൾ. ഇന്നലെ ഒരു 9:15 ആന വന്ന്. അപ്പോൾ ഞങ്ങളപ്പോൾ തന്നെ ഫോറസ്റ്റുകാരെയും വിളിച്ച് ഇവൻ്റെ വാഴയുള്ളതുകൊണ്ട് അവനെയും വിളിച്ചു, രജുവിനെ വിളിച്ച് ഇങ്ങനെ ആന ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നോക്കണം എന്ന് പറഞ്ഞു. അവൻ വന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഫോറസ്റ്റുകാർ താഴെ നിന്ന് പടക്കമൊക്കെ പൊട്ടിച്ച് ആന ഭയങ്കര ചിഹ്നമൊക്കെ വിളിച്ചിട്ട് അതിൽ തന്നെ കടന്നുപോയി. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അവൻ്റെ ദേശം വിളിക്കുന്നുണ്ട്. അവൻ 2 മണിക്കൂറായിട്ട് എത്തിയിട്ടില്ല, കുറേ നേരമല്ലോ പോയിട്ടൊന്നും. അപ്പോൾ ഞങ്ങളും അവൻ്റെ അടുത്ത വീട്ടുകാരൊക്കെ ടോർച്ചൊക്കെ നോക്കുമ്പോൾ വീടിനെടുക്കാണ് കൊടുക്കേണ്ടത്. പിന്നെ ഞങ്ങളെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നേരെ അവിടെ എത്തുന്ന ഡോക്ടർ പറഞ്ഞ 1 മണിക്കൂറെങ്കിലും ആയിട്ടുണ്ടാവും മരിച്ചിട്ടാണ് പറയുന്നത്. പുറത്തും പരിക്കൊന്നുമില്ല. പുറത്ത് പരിക്കൊന്നും ഞങ്ങളായിട്ട് കണ്ടു. ഛർദി ഉണ്ടായിരുന്നു പുറത്ത്. ഈ ബ്ലഡ് വായിൽ. ഈ രജീവിന്റെ വാഴ എന്താ വയൽതായി മുഴുവൻ അവൻ്റെ വാഴയാണ്. 3 ഏക്കറോളം വാഴയുണ്ട്, 1 ഏക്കർ കപ്പ കൃഷിയുണ്ട്, എല്ലാ കൃഷിയുണ്ട്, സൂര്യകാന്തി ഉണ്ട്. അപ്പൊ ആന അതൊക്കെ ഇറങ്ങിയ എല്ലാം പൊടിക്കും എല്ലാം പൊടിക്കും. ഇപ്പോൾ കുറെ കാലമായിട്ട് ശല്യം ഇല്ലാത്തതാണ്. പക്ഷെ ഇന്നലെ അങ്ങനെ നേരത്തെ തന്നെ ആന വന്നു. 9 മണിക്ക് തന്നെ ആന വന്നു. എം കമലാണ് വിവരങ്ങളുമായി ചേരുന്നത്. കമൽ, സ്ഥിരമായി കാട്ടാന പ്രശ്നമുള്ള ഒരു പ്രദേശമാണ്. എത്രത്തോളം ഭീതിയിലാണ് അവിടെയുള്ള ജനങ്ങൾ എന്നുള്ളത് ഇപ്പോൾ ഓരോരുത്തർ സംസാരിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാട്ടാന എത്തുന്നു, അതിനെ തുരത്താൻ വേണ്ടിയിട്ട് പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചത്. കാട്ടാന ആക്രമണം തന്നെയാണ് എന്ന് അവിടെയുള്ള പലരും പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുന്നുണ്ടോ? വനവകുപ്പ് ഉൾപ്പെടെയുള്ളവർ, അധികൃതർ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? പൂജ, അത്തരത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, ആളുകളുടെ പ്രതികരണത്തിൽ നിന്നും ഇവിടുത്തെ ഈ സ്ഥലം എത്തിക്കഴിഞ്ഞാൽ നമുക്കതിൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ സ്ഥലത്ത് വെച്ചാണ് രജീവിൻ്റെ മൃതദേഹം കണ്ടെടുത്തത്. തൊപ്പി ഇവിടെയുണ്ട്, ആനയുടെ കാൽപ്പാടുകൾ ഈ ഭാഗത്തൊക്കെ ഉണ്ട്. ഇത്തിരി മാറി 2 ചെരുപ്പുകളും കിടക്കുന്നുണ്ട്. അത്തരത്തിൽ കൃത്യമായി ഒരു ആന ആക്രമിച്ചതിൻ്റെ ലക്ഷണങ്ങളൊക്കെ, തെളിവുകളൊക്കെ ഇവിടെ തന്നെയുണ്ട്. ഇവിടെ ഇപ്പോൾ നാട്ടുകാർ കയറുകെട്ടി ഈ ഭാഗം തിരിച്ചിട്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി 9:15 ആന ഇറങ്ങിയത്. രജീവിനെ സംബന്ധിച്ച് ഞാൻ ഈ നിൽക്കുന്ന പറമ്പിൻ്റെ തൊട്ടടുത്ത് വയലിൽ അദ്ദേഹത്തിൻ്റെ വാഴ കൃഷിയുണ്ട്, കപ്പയുണ്ട്. അതുകൊണ്ട് ആന ഇറങ്ങിയാൽ വലിയ നഷ്ടം സംഭവിക്കും. അതുകൊണ്ട് തന്നെ ആനയെ ഓടിക്കാൻ വന്നതാണ്. സാധാരണ കുറച്ചുകൂടി വൈകി ആന ഇറങ്ങാറുള്ളത്. പക്ഷേ ഇന്നലെ നേരത്തെ തന്നെ ഇറങ്ങിയെന്ന് പറയുന്നു. തൊട്ടടുത്താണോ താമസം? തൊട്ടടുത്താണ്. എന്താ സംബന്ധിച്ച് ഒരു 9:30 ആയിട്ടുണ്ടാവും. ആ സമയത്ത് ഒരു ചീറല് സൗണ്ട് ആനേന്റെ. ഞങ്ങളിവിടെ വന്ന് ശ്രദ്ധിച്ചില്ല. ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പേടിയല്ലേ. നിങ്ങൾ കേട്ടിരുന്നോ? നമ്മളും കേട്ടിട്ടുണ്ട്. ഒരു 9-9:30 ആകുമ്പോൾ വന്ന് ഒച്ച കേട്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും വരുന്നതാണ് പടക്കം പൊട്ടിക്കലും ഒച്ചപ്പാടൊക്കെ. അപ്പോൾ ഇന്നലെ ഒരു പ്രത്യേക ഒരു സൗണ്ടാണ് കേട്ടത്. അപ്പം ഞാൻ വിചാരിച്ചു ഷോക്കിലൊന്നും തട്ടിയിട്ട് ഈ കരച്ചിലായിരിക്കുന്നു. രാത്രി പിന്നെ ഇങ്ങോട്ട് വരാനില്ല. പിന്നെ 1 മണി ആയപ്പോഴാണ് നിങ്ങൾക്ക് മൊബൈലിൽ കൂടെ അറിഞ്ഞത് മരിച്ചു പോയി, കൊണ്ടുപോയി എന്നൊക്കെ. നിങ്ങളെ സ്ഥലമാണോ? നമ്മുടെ സ്ഥലമില്ല, നമ്മൾ തൊട്ടടുത്താണ് താമസിക്കുന്നത്. അപ്പം നമ്മളവിടെ നിന്ന് ഈ ചീറൽ കേട്ടപ്പോൾ മക്കളോട് അകത്ത് കയറിക്കോ എന്ന് ഭാര്യ പറയുന്നുണ്ടായിരുന്നു. ഈ സൗണ്ടും പടക്കം പൊട്ടിക്കലും ഭയങ്കര സൗണ്ടായിരുന്നു, ആന ചീറുന്നത്. അപ്പോൾ ഇങ്ങോട്ട് ഓടി വന്നാന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഓടിച്ചു വരുന്ന മുന്നിൽ പെട്ടു മൂപ്പര്. അങ്ങനെയാണ് സംഭവം നടന്നത്. ഈ രജീവ് ഒരുപാട് കൃഷിയൊക്കെ ഉള്ള നല്ല കൃഷിയാളാണ്. അവാർഡ് കിട്ടിയതാണ് ഇതിന് കൃഷിന്ന്. എന്നാൽ അവരാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്നാൽ ഉടമസ്ഥൻ ചെയ്യുന്നില്ല. എന്നാൽ അവർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ കൃഷിക്ക് നല്ലോണം താല്പര്യപ്പെട്ട് അവർ ചെയ്യുന്നതാണ്. ചെയ്താലിട്ടൊന്നും കിട്ടുകയില്ല. ലാസ്റ്റ് ഒന്നും കിട്ടുകയില്ല. കാലാകാലം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഒരു പുരോഗതിയും ഇല്ല.
മികച്ച കർഷകനായിരുന്നു രജീവ്. പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. അവർ 2-3 സഹോദരങ്ങൾ ചേർന്നാണ് ഈ കൃഷിയൊക്കെ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇന്നലെ രാത്രിത്തെ കാര്യമാണ് അവർ പറഞ്ഞത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചിഹ്നം വിളിയൊക്കെ ഉണ്ടായിരുന്നു ആനയുടെ. അപ്പോഴും ഇങ്ങനെ ഒരു അപകടം പ്രതീക്ഷിച്ചില്ല. പിന്നീട് അർദ്ധരാത്രിയോടെയാണ് രജീവ് വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല എന്നറിയുന്നത്. അപ്പോഴാണ് ആളുകൾ തിരഞ്ഞ് വന്നതൊക്കെ. ആ സമയത്ത് തന്നെ വനംവകുപ്പിന്റെ RRT സംഘവും വാച്ചർമാരൊക്കെ ഉണ്ടായിരുന്നു. ആനയെ ഓടിക്കാനുള്ള പടക്കം പൊട്ടിക്കലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു സംഭവം നടന്നത് ആ സമയത്ത് ആളുകൾ അറിഞ്ഞില്ല. പിന്നീട് രജീവിനെ കാണുന്നില്ല, വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല എന്നറിഞ്ഞതിനെ തുടർന്നാണ് തെരച്ചിൽ നടത്തിയത്. പൂജ. ശരി, ആ സ്ഥലത്ത് നിന്ന് തന്നെയാണ് M കമൽ ഇപ്പോൾ നമ്മളടുത്ത് റിപ്പോർട്ട് ചെയ്തത്. വയനാട് ബത്തേരിയിലാണ് യുവാവിനെ ഇങ്ങനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാട്ടാനയെ തുരത്താൻ പോയ യുവാവാണ് മരിച്ചത്. ഇതൊരു കാട്ടാന ആക്രമണമാണ് എന്ന് തന്നെയാണ് പ്രദേശത്തുള്ളവരും പറയുന്നത്. സ്ഥിരമായിട്ട് കാട്ടാന എത്തുന്നതാണ്. അവിടെയുള്ള മനുഷ്യർ ഭയത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് എന്ന് അവർ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്. M കമലാണ് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞത്.